എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യയാണ്. ആളുകൾ ലൈവിൽ വന്ന് തുടങ്ങിയോ? ഇന്ന് കുറേ പേര് ചോദിച്ച ഒരു ടോപ്പിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുട്ടികളിൽ കാണുന്ന അഡിനോയിഡ്. ഈ അഡിനോയിഡ് എന്ന് പറയുന്നത് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഒരു അസുഖത്തിന്റെ പേരാണ് എന്നാണ്. അപ്പോ ഈ അഡിനോയിഡ് എന്താണ്? അത് എപ്പോഴാണ് ഒരു അസുഖമായി മാറുന്നത്? ഈ പ്രശ്നത്തിൽ എപ്പോഴാണ് കുട്ടികളിൽ സർജറി ആവശ്യം? ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ പറയട്ടെ, അഡിനോയിഡ് എന്ന് പറയുന്നത്, അതുപോലെ ടോൺസിൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ തൊണ്ടയില് ഈ ഭാഗത്ത്, അതായത് നമ്മുടെ മൂക്കിന്റെ പിൻഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന, നമുക്ക് ടോൺസിൽ എവിടെയാണെന്ന് അറിയാം. അഡിനോയിഡ് ഈ മൂക്കിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ അണ്ണാക്കിന്റെ ഒക്കെ ഭാഗത്തായിട്ട്, ശ്വാസനാളിയുടെ ഒരു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ്. ഓക്കെ, അതെന്തിനാണ് ആ ഗ്രന്ഥി എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ ശരീരത്തില് ഇമ്മ്യൂണിറ്റി തരുന്ന, രോഗപ്രതിരോധ ശേഷി തരുന്ന പല ഘടകങ്ങളെയും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ലിംഫോയിഡ് ഗ്രന്ഥിയാണ് ഈ പറയുന്ന ടോൺസിലും അഡിനോയിഡും ഒക്കെ. അപ്പോ അത് ഏറ്റവും കൂടുതൽ കാണുന്നത് കുട്ടികളിലാണ്. ഒരു 10-12 വയസ്സിന് ശേഷം. അപ്പൊ എന്റെയോ നിങ്ങളുടെയൊക്കെ അഡിനോയിഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കാണാനേ ഉണ്ടാവില്ല. അത് അങ്ങനെ ശുഷ്കിച്ച് ഇല്ലാതായി പോകുന്ന അല്ലെങ്കിൽ അപ്രത്യക്ഷമാകുന്ന ഒരു ഗ്രന്ഥിയാണ് പലപ്പോഴും അഡിനോയിഡ്. പക്ഷെ കുട്ടികളിൽ അത് നല്ല വലിപ്പത്തിൽ കാണാൻ പറ്റും. അപ്പൊ ആദ്യം മനസ്സിലാക്കുക, അഡിനോയിഡ് എന്ന് പറയുന്നത് ഒരു ലിംഫോയിഡ് ഗ്രന്ഥിയാണ്. അത് നമ്മുടെ ശരീരത്തിൽ കുട്ടികളുടെ പ്രത്യേകിച്ച് ജനിച്ച മുതൽ നോർമലായി കാണുന്ന ഒരു ഗ്രന്ഥിയാണ്. അതൊരിക്കലും ഒരു അസുഖമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. പക്ഷെ അപ്പൊ പലരും പറയാറുണ്ടല്ലോ, അപ്പൊ എന്തായി കുട്ടികളിൽ കാണുന്ന അഡിനോയിഡ് പ്രശ്നം? അഡിനോയിഡിന്റെ പ്രശ്നമാണ്, അഡിനോയിഡിന് സർജറി ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? അപ്പൊ അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില കുട്ടികളിൽ, ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ, ടോൺസിൽ എല്ലാവർക്കും ടോൺസിൽ ഉണ്ട് അല്ലെ? എനിക്കും നിങ്ങൾക്കും കുട്ടികൾക്കൊക്കെ ടോൺസിൽ ഉണ്ട്. പക്ഷെ ചില കുട്ടികളിൽ ടോൺസിൽ റിമൂവ് ചെയ്ത് കളയേണ്ടി വരും. കാരണം എന്താണ്? ടോൺസില് ഭയങ്കര വലിപ്പം വെക്കുകയും ഇടയ്ക്കിടയ്ക്ക് ടോൺസിലൈറ്റിസ് അല്ലെങ്കിൽ ടോൺസിലിന്റെ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്ന കുട്ടികളിൽ നമുക്കത് ചിലപ്പോൾ എടുത്തു കളയേണ്ടി വരും. അതേ പറഞ്ഞ പോലെ തന്നെ അഡിനോയിഡ് ഗ്രന്ഥി എല്ലാ കുട്ടികളിലും ജനനം മുതൽ ആദ്യത്തെ 10-12 വർഷം ഉള്ളതാണ് എങ്കിൽ പോലും ചില കുട്ടികളിൽ അതിന്റെ വലിപ്പ വ്യത്യാസം കാരണം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, ജനിച്ച മുതൽക്ക് തന്നെ എല്ലാവർക്കും അഡിനോയിഡ് ഗ്രന്ഥി മൂക്കിന്റെ പിൻഭാഗത്തായിട്ടുണ്ട്. ഒരു 3 മുതൽ 6 വയസ്സ് വരെ, 3 to 6 ഇയേഴ്സിന്റെ ഇടയിലാണ് ഇത് നല്ല പോലെ വലിപ്പം വയ്ക്കുക. അതായത് അഡിനോയിഡ് ഗ്രന്ഥിക്ക് ഒരു ഗ്രോത്ത് കർവ് ഉണ്ട്. അതായത് അതിങ്ങനെ വലിപ്പം കൂടി വന്ന് പിന്നെ കുറഞ്ഞു വന്ന് 10-12 വയസ്സാവുമ്പോഴേക്കും അപ്രത്യക്ഷമാവുന്ന ഒരു ഗ്രന്ഥിയാണ്. 3 to 6 ഇയേഴ്സിന്റെ ഇടയിലാണ് ഇത് ഏറ്റവും കൂടുതൽ വലിപ്പം വയ്ക്കുന്നത്. അതിനുശേഷം ഒരു 6 to 9-10 ഇയേഴ്സ് വരെയൊക്കെ അത് ഏകദേശം അതേ വലിപ്പത്തിൽ തന്നെ നിൽക്കുകയും ഒരു 10 വയസ്സിന് ശേഷം 10-12 വയസ്സാവുമ്പോഴേക്കും ആ ഒരു 2-3 കൊല്ലത്തിൽ അത് ശുഷ്കിച്ച് ഇല്ലാതാവുകയും ചെയ്യുന്നു, അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അപ്പോ ഞാൻ ഈ പറഞ്ഞ 3 to 6 ഇയേഴ്സിന്റെ ഇടയിൽ ചില കുട്ടികളിൽ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ തുടങ്ങാൻ തുടങ്ങും. അതെന്തുകൊണ്ടാ? ഇത് വലിപ്പം വെക്കുന്ന സമയത്ത് ചില കുട്ടികളിൽ അത് ക്രമാതീതമായി ഭയങ്കരമായിട്ട് അങ്ങ് വലിപ്പം വെക്കും. അപ്പൊ വലിപ്പം വെച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ മൂക്കിന്റെ പിന്നിലാണ്. അപ്പൊ എന്താ ഉണ്ടാവുക? നമ്മുടെ മൂക്കിൽ നിന്ന് നമ്മുടെ ശ്വാസനാളിയിലേക്ക് പോകുന്ന ആ ഒരു പാത്വേ ഉണ്ടല്ലോ, ആ ഒരു കുഴല്, ആ കുഴലിന്റെ മേൽഭാഗത്തായിട്ടാണ് ഇതിന്റെ ഒരു പൊസിഷൻ. അപ്പൊ ഇത് വലുതാവുമ്പോ എന്താ പറ്റുക? സ്വാഭാവികമായിട്ടും നമ്മുടെ ശ്വാസനാളത്തിനെ ഇത് കംപ്രസ് ചെയ്യും. ഇതിന്റെ വലിപ്പം, ഇപ്പൊ ശ്വാസനാളം ഇങ്ങനെ പോവാന്ന് വെക്കുക, ഇത് ഇവിടുന്ന് ഉണ്ടാവുന്ന ഒരു ഗ്രന്ഥിയാണ്. ഇതിന്റെ വലിപ്പം കൂടി വന്നാൽ എന്ത് പറ്റും? ഈ ശ്വാസനാളത്തിന് ഇതങ്ങ് ബ്ലോക്ക് ചെയ്യില്ലേ? അതാണ് പല കുട്ടികളിലും സംഭവിക്കുന്നത്. അപ്പോഴാണ് അഡിനോയിഡിന്റെ പ്രശ്നം എന്ന് പറയുന്ന ഒരു അസുഖത്തിലേക്ക് ഇത് പോകുന്നത്. ഓക്കെ, അപ്പോ പലരും പറയുന്നുണ്ട് എന്റെ മകന് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എവിടെയാ ചോദിക്കുന്നത്? ഞാൻ എന്റെ ആശുപത്രിയിൽ, ഞാൻ ഷാർജയിൽ എന്റെ മെഡ്കെയർ ആശുപത്രിയിലാണ് ഇരിക്കുന്നത്. ഇന്നത്തെ പേഷ്യൻസ് ഒക്കെ കഴിഞ്ഞു, അപ്പോ എന്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ ഒരു ടോക്ക് ചെയ്യാന്ന് വിചാരിച്ചത്. ഇന്നും കൂടി ഞാൻ അഡിനോയിഡുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇന്നിപ്പോ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അഡിനോയിഡ് ഗ്രന്ഥി 3 മുതൽ 6 വയസ്സ് വരെ ഈ വലിപ്പം വെക്കുന്ന സമയത്ത് ചില കുട്ടികളിൽ, പ്രത്യേകിച്ചിട്ട് അലർജി ഉള്ള കുട്ടികള് അല്ലെങ്കിൽ ചില പ്രത്യേക കുട്ടികളിൽ, എല്ലാവരിലും അല്ല, നമുക്കറിയാലോ എല്ലാവർക്കും അഡിനോയിഡിന്റെ പ്രശ്നം ഉണ്ടാവുന്നില്ല. പക്ഷെ ഒരു നല്ല ശതമാനം കുട്ടികളിൽ ഇതിന്റെ വലിപ്പം കുറച്ച് അധികമാവുകയും ഈ വലിപ്പം കൂടുതൽ കാരണം ഇത് ശ്വാസനാളത്തിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്താ ഉണ്ടാവുക? എല്ലാവർക്കും അറിയാം, കുട്ടികൾക്ക് രാത്രിയാവുമ്പോൾ, പ്രത്യേകിച്ച് ഈവനിങ് ഉറങ്ങിക്കിടക്കുന്ന സമയത്തൊക്കെ, അതായത് ഉറങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ നമ്മുടെ നാക്കൊക്കെ പുറകോട്ട് പോയി നമ്മുടെ ശ്വാസത്തിന് കുറച്ച് തടസ്സം ഉണ്ടാക്കുന്ന, നോർമലി തന്നെ നമ്മുടെ കിടക്കുന്ന പൊസിഷൻ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ എന്താ പറയാ, കൂനിന്മേൽ കുരു എന്ന് പറയുന്ന പോലെയാണ്, ഇതുകൂടി വന്നങ്ങ് ബ്ലോക്ക് ആവും. അപ്പൊ എന്താ പറ്റുക? കുട്ടികൾക്ക് രാത്രി സുഖമായിട്ട് ശ്വസിക്കാൻ പറ്റില്ല, മൂക്കടപ്പ്, ഓക്കെ, വായിൽ കൂടെ ശ്വാസം എടുക്കുക, സ്നോറിങ്, നല്ല കൂർക്കം വലി, ചില കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബ് സ്ലീപ്പ്. കാരണം ഇത് ശ്വാസം നമ്മൾ ആരെങ്കിലും മൂക്ക് പൊത്തിപ്പിടിക്കുന്ന പോലെയാണ്, അവർക്ക് പ്രോപ്പറായിട്ട് ശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ശ്വാസം ഇടയിൽ തടസ്സമാകുമ്പോൾ കുട്ടികൾ പാവം ശ്വാസം മുട്ടി എഴുന്നേൽക്കും. അപ്പൊ ഇതെല്ലാം ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ
ക്രമാതീതമായിട്ടുള്ള വലിപ്പം വെക്കലിന്റെ ഫലമായിട്ട് ചില കുട്ടികളിൽ കാണുന്ന ഒരു പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ മൂക്ക് കൂടെ ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കുക, വായ കൂടെ ശ്വാസം എടുക്കുക. അത് വായ തുറന്നിട്ട് രാത്രി ഇങ്ങനെ ഖാ ഖാ പറഞ്ഞിട്ട് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ പേടിയാവും, ഭയങ്കര സൗണ്ട്. അതിനാണല്ലോ നമ്മൾ കൂർക്കം വലിക്കുക എന്ന് പറയുക. അതായത് മൂക്കടയുന്നത് കാരണം അവർ ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് വായ തുറന്ന് വായിലൂടെ മൗത്ത് ബ്രീത്തിങ് ചെയ്യും. അതുപോലെ ഭയങ്കരമായിട്ട് കൂർക്കം വലിക്കും, ഭയങ്കരമായി മൂക്ക് അവരുടെ അടയും, രാത്രി ചിലപ്പോൾ അവർ എഴുന്നേൽക്കും. ഇതിനേക്കാൾ കൂടുതൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കഫക്കെട്ട്, അതായത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് റിക്കറന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ട്, ചെവിയിൽ റിക്കറന്റ് ഇയർ ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കും. അതിന്റെ ഫലമായിട്ട് ചെവിയിൽ പലപ്പോഴും നീര് അടയും, സീറസ് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയും. അത് ഇടയ്ക്കിടയ്ക്ക് റിക്കറന്റ് സെപ്പറേറ്റീവ് ഓട്ടൈറ്റിസ് മീഡിയ, ഇടയ്ക്കിടയ്ക്കുള്ള ചെവിയിലെ പഴുപ്പ്. അതിന്റെ ഫലമായിട്ട് എന്ത് പറ്റുന്ന അറിയോ, ചില കുട്ടികളിൽ ഇവൻ ചെവി കേൾവി ശക്തി പോലും കുറയും. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് കുറേ പ്രശ്നങ്ങൾ ഈ കുട്ടികൾക്ക് ഉണ്ടാവും. എല്ലാ കുട്ടികൾക്കും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുമോ ചോദിച്ചാൽ ഉണ്ടാവില്ല. ഇതിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ടും ഇത് എത്രത്തോളം നമ്മുടെ ശ്വാസനാളത്തിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടുമാണ് ഈ പറയുന്ന സിംറ്റംസ്, ലക്ഷണങ്ങളൊക്കെ കുട്ടികളിൽ ഏറിയും കുറഞ്ഞൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ ഞാൻ നല്ല ബുദ്ധിമുട്ടുള്ള കുട്ടി, അതായത് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. പല കുട്ടികൾക്കും നിങ്ങൾക്ക് അറിയൂ, ഇത് രാത്രി ഈ ഉറക്കം ശരിയാവാഞ്ഞിട്ടേ, അവരുടെ ബ്രീത്തിങ് ശരിയാവാഞ്ഞിട്ട് കുട്ടികൾ രാവിലെ നീറ്റാലും ഇങ്ങനെ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കും. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം രാത്രിയിലെ ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്കൊക്കെ. രാത്രി ഉറക്കം ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇവർ സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ ഉറക്കം തൂങ്ങും, പഠിത്തത്തിൽ മോശമാവും. അപ്പോൾ അങ്ങനെയൊക്കെ പല കുട്ടികൾക്കും പല രീതിയിൽ ഇത് ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇത് എടുത്ത് കളയേണ്ടതായിട്ട് വരും. ഇത് വളരെ ചെറിയൊരു സർജറിയാണ്, വളരെ ഡേ കെയർ പ്രൊസീജിയർ ആയിട്ട് ചെയ്യുന്ന ഒരു സർജറിയാണ്. അതായത് ഇന്ന് രാവിലെ നിങ്ങൾ അഡ്മിറ്റ് ആയ വൈകുന്നേരം സർജറി കഴിഞ്ഞ് വീട്ടിൽ പോവാം. അത്രയും സിമ്പിൾ ആയിട്ടൊരു സർജറിയാണ്. നോർമലി നമ്മൾ ടോൺസിലും അഡിനോയിഡും ഒപ്പം എടുത്തങ്ങ് കളയും. അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇതൊരു 10-12 വയസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ചുരുങ്ങി ഇല്ലാതെയാവുന്ന ഒരു ഗ്രന്ഥിയാണ്. അപ്പോൾ ഇത് കുട്ടികളിൽ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതെടുത്ത് സർജറി, അഡിനോയിഡക്ടമി എന്ന് പറയുന്ന സർജറി ആണ് ഇതിന് പറയുക. അതായത് അഡിനോയിഡ് എടുത്ത് കളയുക. ഈ സർജറി നമുക്ക് ചെയ്യാം. എന്നാൽ ആദ്യമേ ചാടിപ്പിടിച്ച് സർജറി ചെയ്തു വെച്ചാൽ ഇല്ല. നമ്മൾ ആദ്യം ഒരു മെഡിക്കൽ മാനേജ്മെന്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. പലപ്പോഴും സ്റ്റിറോയിഡിന്റെ നേസൽ സ്പ്രേകളും ആന്റി ഹിസ്റ്റമിൻ മരുന്നുകളും ഒക്കെ കൊടുത്ത് ചില കുട്ടികളിൽ അതിനൊരു റെസ്പോൺസ് ഉണ്ടാവും. എല്ലാവർക്കും സർജറി വേണോ ചോദിച്ചാൽ വേണ്ട. ചില കുട്ടികൾ നമ്മൾ മൂക്കിലടിക്കുന്ന സ്പ്രേ, അതുപോലെ തന്നെ വായ കൂടെ കഴിക്കുന്ന ആന്റി ഹിസ്റ്റമിനിക് മരുന്നുകളൊക്കെ ഒരു 2 to 3 months അല്ലെങ്കിൽ ചിലപ്പോൾ up to 6 months ഒക്കെ നമ്മൾ കൊടുത്തേക്കാം. ചില കുട്ടികളിൽ, ഒരു നല്ല ശതമാനം കുട്ടികളിൽ അതിന് റെസ്പോൺസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണമെങ്കിൽ സർജറി വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇതൊരു 3 to 6 months കൊടുത്തതിന് ശേഷവും കുട്ടികൾക്ക് ഒരു റെസ്പോൺസും ഇല്ല, കുട്ടികളുടെ സിംറ്റംസ് അതേപോലെ നിൽക്കുന്നു, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല. അത് സർജറി ചെയ്ത് അതെടുത്ത് കളയുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ഏറ്റവും സുഖകരമായിട്ട് ചെയ്യാൻ പറ്റേണ്ടത് നമ്മുടെ ശ്വാസോച്ഛ്വാസമാണ്. അത് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. സോ പലരും ഈ ഒരു സർജറിയെ പേടിച്ച് സർജറിയുടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഇത് സർജറി ചെയ്താൽ കുട്ടിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് പലരും ഈ സർജറിക്ക് മടിക്കുന്നതായിട്ട് കാണാം. സോ ഞാൻ പറയുകയാണ്, ഇത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സർജറിയാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനില്ല. നോർമലായിട്ട് നമ്മൾ ഏതൊരു സർജറിക്ക് ഉണ്ടാവുന്ന അനസ്തീഷ്യ കൊടുക്കുമ്പോഴുള്ള കോംപ്ലിക്കേഷൻസ്, അതിപ്പോൾ നമ്മൾ എത്ര ചെറിയ സർജറി എന്ന് പറഞ്ഞാലും ആ ഒരു കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിന്റെ റിസ്കുകൾ അവിടെയുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. ബട്ട് അതർവൈസ് ഇത് അത്ര അപകടം പിടിച്ച സർജറി ഒന്നല്ല. ഒരു ഡേ കെയർ ആയിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഡിസ്ചാർജ് ആയി പോവാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതുകൊണ്ട് ഭാവിയിൽ വേറെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുന്ന സാധ്യതയില്ല. അല്ല, വിജയൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, കാര്യം അറിയാമെങ്കിൽ അത് പറയുക, കാശിന് വേണ്ടി ഇത്ര തരം താഴരുതെന്ന്. വിജയൻ ചേട്ടാ, 10-15 വർഷം പഠിച്ച കാര്യങ്ങളാണ് പറയുന്നത്. അറിയുന്ന കാര്യങ്ങൾ മാത്രമേ പറയൂ. ഓക്കെ, അല്ലാതെ വിജയൻ ചേട്ടനെ പോലെ ഇവിടെ വന്നിങ്ങനെ വായ തോന്നിയത് വിളിച്ചു പറയുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ പഠിച്ച കാര്യങ്ങള്, കൃത്യമായി അറിയുന്ന കാര്യങ്ങൾ, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ പേജിൽ ഞാൻ പറയാറുള്ളൂ. ഓക്കെ, അപ്പൊ വിജയൻ ചേട്ടൻ ഇതിൽ വിശ്വാസം ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് ഇത് കാണേണ്ട ആവശ്യമില്ല. ഞാൻ ഇങ്ങോട്ട് ആരെയും ക്ഷണിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വിജയൻ ചേട്ടൻ വീട്ടിൽ ഇത് കേൾക്കാതിരുന്നോളൂ. ആവശ്യമുള്ളവരെ, താല്പര്യമുള്ളവർ കേട്ടോട്ടെ, നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസമുള്ളവർ കേട്ടോട്ടെ. അതിനെന്തിനാണ് ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ ഇവിടെ വന്ന് പറയുന്നത്? ഓക്കെ, അവനവന്റെ സ്വഭാവവും സമയവും ഒക്കെ അത്യാവശ്യം നല്ല കാര്യങ്ങൾക്ക് വല്ലതിനും വേണ്ടിയൊക്കെ ഉപയോഗിക്കുക കേട്ടോ. ഇങ്ങനെ ഒരു കാര്യമില്ലാതെ കണ്ടവരുടെ പേജിൽ പോയിട്ട് തോന്നിയത് പറയാൻ വേണ്ടിയിട്ട് അവനവന്റെ സമയം എങ്ങനെ കളയണോ? വിജയൻ ചേട്ടൻ മഞ്ചാടി മൂട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി കേൾക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഈ പറയുന്ന അഡിനോയിഡിന്റെ കാര്യങ്ങളിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ പ്രിയങ്ക ചോദിക്കുന്നുണ്ട്, ഹോമിയോ ട്രീറ്റ്മെന്റ് നല്ലതാണോ? പ്രിയങ്ക, എനിക്കറിയില്ല. ഞാൻ ഹോമിയോ ട്രീറ്റ്മെന്റും ആയുർവേദവും പഠിക്കാത്ത ഒരാളാണ്. ഞാൻ പഠിച്ചിരിക്കുന്നത് മോഡേൺ മെഡിസിൻ ആണ്. മോഡേൺ മെഡിസിനിൽ ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളാണ് എനിക്കറിയൂ. കാര്യം എനിക്കറിയാത്തൊരു സംഗതിയെ പറ്റിയിട്ട് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല കേട്ടോ. മോഡേൺ മെഡിസിനിൽ ഇതിനുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നേസൽ സ്പ്രേകളും ആന്റി ഹിസ്റ്റമിനിക് മരുന്നുകളുമാണ്. ഒരു 3 to 6 months വരെയൊക്കെ നമ്മളത് ട്രൈ ചെയ്യും. കുട്ടികളുടെ റെസ്പോൺസ് നോക്കും. നല്ല റെസ്പോൺസ് ഉണ്ടെങ്കിൽ അവർക്ക് സർജറിയുടെ ആവശ്യമില്ല. എന്നാൽ ചിലർക്ക് റെസ്പോൺസ് ഉണ്ടാവാറില്ല, അവർക്ക് സർജറി
ആവശ്യമായി വന്നേക്കാം കേട്ടോ. ഓറൽ അനസ്തീഷ്യ അല്ല കേട്ടോ സെറീൻ, ഇതിന് നോർമൽ ജനറൽ അനസ്തീഷ്യ തന്നെ വേണം. നമ്മുടെ ഇതിന്റെ ഉള്ളിലുള്ള ഈ തൊണ്ടയുടെ ഭാഗത്ത് ഇതിന്റെ ഉള്ളിലുള്ള ഒരു സാധനമാണ് നമ്മൾ സർജറി ചെയ്ത് കളയുന്നത്. കുട്ടികള് വെറുതെ അനസ്തീഷ്യ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മിണ്ടാതെ കിടക്കുവോ? അപ്പൊ കംപ്ലീറ്റ്ലി അവരെ നോക്ക് ഓഫ് ചെയ്യണ്ടേ? അപ്പൊ ജനറൽ അനസ്തീഷ്യ വേണ്ടി വരും കേട്ടോ അധിക ശതമാനം കേസുകളിലും. യെസ്, ഇത് കഴിഞ്ഞിട്ടും മൂക്കടപ്പുണ്ട്. നോക്കൂ ഷഹീദ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് കഴിഞ്ഞിട്ട് മൂക്കടപ്പ് ഉണ്ടെങ്കിൽ അത് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് അഡിനോടുള്ള കുട്ടികളിൽ അലർജി, ഞാൻ പറഞ്ഞല്ലോ ഈ അഡിനോഡ് ഏത് കുട്ടികളിലാണ് കൂടുതൽ? അലർജിക്ക് വളരെയധികം പ്രോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ അലർജിക് ആയിട്ടുള്ള കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ അവർക്ക് ഇത് അഡിനോഡിന്റെ പ്രശ്നം കൊണ്ട് മാത്രം ആവണമെന്നില്ല. അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടും അതിന്റെ കൂടെ ഉണ്ടായേക്കാം. അപ്പോ അങ്ങനെയുള്ള കുട്ടികൾക്ക് അഡിനോഡ് എടുത്ത് കളഞ്ഞാൽ സിംറ്റംസിൽ ഒരു സമാധാനമേ ഉണ്ടാവും, കംപ്ലീറ്റ് മാറിയെന്ന് വരില്ല. അവർക്ക് കുറച്ച് തുടർന്നും കുറച്ച് മരുന്നുകൾ ആവശ്യമായി വന്നേക്കാം കേട്ടോ. അപ്പോൾ അഡിനോഡ് ഇതിന് ഞാൻ പറഞ്ഞില്ലേ പല 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 ഫാക്ടേഴ്സ് ഒരുമിച്ചിട്ടാണ് പലപ്പോഴും ഈ കുട്ടികളിൽ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, സന്ധ്യ ആയി കഴിഞ്ഞാൽ നിർത്താതെ തുമ്മല്, മൂക്കുന്ന് ഒലിക്കല്, മൂക്കടപ്പ്, അത് ഏർലി മോർണിംഗ് ഉണ്ടാവും. ഒരു 10-11 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ, വെയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ ഓക്കെ ആവും. പിന്നെയും വൈകുന്നേരം ഒരു സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെയും തുടങ്ങും. ഇതൊക്കെ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ അലർജിക് റൈനൈറ്റിസും അഡിനോയിഡും ഒരു സ്പെക്ട്രമാണ്. ഇത് പലപ്പോഴും ഒരുമിച്ചാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ട്രീറ്റ്മെന്റും വേണം. അഡിനോയിഡ് എടുത്ത് കളയണമെങ്കിൽ കളയുകയും വേണ്ടി വരും. നേസൽ സ്പ്രേ ചെയ്ത് കുറെ നാൾ കുഴപ്പമില്ല, ബട്ട് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം. അതാണ് ചിഞ്ചു ഞാൻ പറഞ്ഞത്. ജലദോഷം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വേറെയാണ് കേട്ടോ. ജലദോഷം എന്ന് പറയുന്നത് ഇപ്പൊ വൈറൽ ഫ്ലൂ ആയിക്കാം, ജസ്റ്റ് ഒരു വൈറൽ ഇൻഫെക്ഷനും ജലദോഷം വരാറില്ലേ. അപ്പൊ അതുകൊണ്ട് അഡിനോയിഡിന്റെ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ സിംറ്റംസ് ആണ്. വിട്ട് അതായത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന കഫക്കെട്ട്, ചെവിയില് നീര് കെട്ടുക, കേൾവിക്കുറവ്, മൗത്ത് ബ്രീത്തിങ്, ഭയങ്കരമായിട്ടുള്ള സ്നോറിങ്, ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബ്ഡ് ആയിട്ട് സ്ലീപ്പ് ആവുക, മൂക്കടഞ്ഞു പോവുക, രാത്രി ഉറക്കത്തിന് ബുദ്ധിമുട്ട് വരിക, ഇതൊക്കെ കേട്ടോ. ഇതെങ്ങനെയാണ് കൺഫേം ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ENT ഡോക്ടറെ കണ്ട് നമ്മൾ അതായത് എൻഡോസ്കോപ്പി, നേസൽ എൻഡോസ്കോപ്പി എന്ന് പറയുന്ന ടെസ്റ്റും അതുപോലെ തന്നെ എക്സ്റേയും എടുത്തു നോക്കും. അപ്പോൾ എത്രത്തോളം ഈ അഡിനോയിഡ് നമ്മുടെ ശ്വാസനാളിയെ എത്ര ശതമാനം ഒബ്സ്ട്രക്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ചില കുട്ടികളിൽ ഇത് ഏകദേശം കംപ്ലീറ്റ്ലി ഒബ്സ്ട്രക്റ്റഡ് ആയിരിക്കും, 90%, 80%. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അത്രയും ബ്ലോക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്ത് കളയുന്ന വേണ്ടി വരും കേട്ടോ. സർജറി ചെയ്താലും പിന്നീട് ഇത് വരുമോ? വളരെ സാധ്യത കുറവാണ് ശാലിനി. വളരെ ഏർലി സ്റ്റേജിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടിയുടെയൊക്കെ സർജറി ചെയ്ത് കളഞ്ഞാലും ഇതൊരു ഗ്രന്ഥിയാണ്. ചിലപ്പോൾ അത് കുറച്ചുകൂടി വലുതായേക്കാം. പക്ഷെ ഒരിക്കലും സർജറി കഴിഞ്ഞ കുട്ടികളിൽ ഇത് വളർന്നു വലുതായി പണ്ടത്തെ പോലെ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ കുറച്ചുകൂടി വളർന്ന് വലുതായേക്കാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ മോണിറ്റർ ചെയ്യും. കാരണം 3 വയസ്സ് 4 വയസ്സ് ഇതൊരു ഗ്രന്ഥിയാണല്ലോ. അപ്പൊ ഇത് നമ്മൾ കംപ്ലീറ്റ്ലി കളഞ്ഞാലും ചിലപ്പോൾ അതിന്റെ ടിഷ്യൂസ് അവിടെ ഉണ്ടാവുന്നത് കൊണ്ട് കുറച്ചുകൂടി വളർന്ന് വലുതായേക്കാം. പക്ഷെ ഒരിക്കലും ആദ്യം ഉണ്ടായത്ര ബുദ്ധിമുട്ട് വളർന്ന് വലുതായി ഉണ്ടാവാറില്ല കേട്ടോ. സ്ഥിരമായി ജലദോഷമുള്ള കുട്ടികൾക്ക് അത് മാറാൻ സോബിൻ, ഇത് സ്ഥിരമായിട്ട് ജലദോഷം എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അലർജിക് റൈനൈറ്റിസ് ആണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് വേണം. അതിന്റെ ട്രീറ്റ്മെന്റ് അഡിനോഡക്ടമി അല്ല, അഡിനോഡ് എടുത്ത് കളയലല്ല കേട്ടോ. അലർജിക് റൈനൈറ്റിസ് ഉള്ള കുട്ടികളിൽ ഇതേ പറഞ്ഞ പോലെ തന്നെയാണ് ആന്റി ഹിസ്റ്റമിൻ മരുന്നുകളും നേസൽ സ്പ്രേകളും ഒക്കെ കുറച്ച് അധിക കാലം ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് കുട്ടിയെ കംപ്ലീറ്റ് ആയിട്ട് നോക്കി ടെസ്റ്റുകൾ ചെയ്ത് കുട്ടിയുടെ ഹിസ്റ്ററി മുഴുവൻ മനസ്സിലാക്കിയാലാണ് ഇത് അഡിനോഡ് കൊണ്ടുള്ള പ്രശ്നമാണോ, അലർജിക് റൈനൈറ്റിസ് ആണോ, അതോ ഇത് രണ്ടും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഓരോ കുട്ടികൾക്കും ട്രീറ്റ്മെന്റിന്റെ പ്രതിവിധികൾ വ്യത്യസ്തമാണ്. ഓക്കെ, ഇനി അഡിനോയിഡിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇപ്പൊ ഞാൻ എല്ലാം പറഞ്ഞല്ലോ, ലക്ഷണങ്ങൾ പറഞ്ഞു, ഇതെന്താണെന്ന് പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഏജ് ഗ്രൂപ്പ് ഏതാന്ന് പറഞ്ഞു, പിന്നെ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു, എന്താണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു. നമുക്ക് കുറേ കുട്ടികൾ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ പ്രശ്നമാണ് ഈ അഡിനോയിഡ്. അപ്പൊ നിങ്ങൾ കാണുന്ന ആളുകൾ ഇത് മാക്സിമം പേരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക കേട്ടോ. പിന്നെന്താണ്, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അഡിനോയിഡ് സംബന്ധമായിട്ടുള്ള സംശയങ്ങളാണ് ചോദിക്കുന്നത് കേട്ടോ. ഇപ്പൊ ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും? അപ്പോൾ അഡിനോയിഡ് എന്ന് പറയുന്നത് പലരുടെയും വിചാരം എന്താണെന്ന് പറയുക, അഡിനോയിഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസുഖമാണ്, അത് കുട്ടിക്ക് മാത്രം. അങ്ങനെയല്ല, അഡിനോയിഡ് ഗ്രന്ഥി എല്ലാ കുട്ടികൾക്കും ഉണ്ട്. അപ്പോൾ ചില കുട്ടികളിൽ അത് മറ്റു കുട്ടികളെ അപേക്ഷിച്ചിട്ട് വലിപ്പം കൂടുതലാവുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അഡിനോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് അസുഖമായിട്ട് വരുന്ന ഒരു അസുഖമല്ല കേട്ടോ. അതാദ്യം മനസ്സിലാക്കുക. യെസ്, വേറെന്താണ്?
ഇയർ പെയിൻ വരുന്നത് കോൾഡ് വരുമ്പോഴൊക്കെ ഇതുകൊണ്ടാണോ? സീന, എപ്പോഴും കോൾഡ് വരുന്ന സമയത്ത് നമുക്ക് ഇയർ പെയിൻ വരുന്നത് എപ്പോഴും അഡിനോയിഡ് കൊണ്ടാവണമെന്നില്ല. പക്ഷെ അഡിനോയിഡുള്ള കുട്ടികൾ അത് കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് നമുക്ക് മൂക്ക് അടയുമ്പോൾ ചെവി അടയുന്നത് അല്ലെങ്കിൽ ചെവിയിൽ പെയിൻ വരുന്നത്? നമ്മുടെ മൂക്കും നമ്മുടെ ചെവിയും തമ്മിൽ ഒരു യൂസ്റ്റേഷൻ ട്യൂബ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ഒരു ട്യൂബ് ഉണ്ട് ഇതിനെ കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മൂക്ക് അടയുന്ന സമയത്ത് മൂക്കിലെ പ്രഷർ കൂടി ഈ യൂസ്റ്റേഷൻ ട്യൂബിൽ ബ്ലോക്ക് വരും. അപ്പൊ നമ്മുടെ ചെവിയിലെ പ്രഷറും കൂടും. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമുക്ക് ചെവിയിൽ കുത്തുന്ന പോലെ ഒരു വേദന വരും. ഓക്കെ, അത് ആ പ്രഷർ ഡിഫറൻസ് കൊണ്ടും ആ യൂസ്റ്റേഷൻ ട്യൂബ് ബ്ലോക്ക് ആവുന്നത് കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് തന്നെ നമുക്ക് മൂക്കടഞ്ഞു കഴിഞ്ഞാൽ ചെവിയിലേക്ക് ഒരു കുത്തൽ വരും. അത് അഡിനോയിഡ് കൂടി ഉള്ള കുട്ടികളിൽ ഈ ബ്ലോക്ക് ഇരട്ടിയാവും. ഞാൻ പറഞ്ഞല്ലോ, ഈ അഡിനോയിഡ് എല്ലാത്തിനെയും ബ്ലോക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ എപ്പോഴും ഇതൊരു എക്സാസർബേറ്റ് ചെയ്യും അതിന്റെ സിംറ്റംസിനെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചെവിയിൽ എപ്പോഴും ഇവർക്ക് മൂക്കടപ്പും മൂക്കൊലിക്കുപ്പൊക്കെ ഉണ്ടാവുമ്പോൾ ചെവിയിൽ അവർക്ക് ഈ യൂസ്റ്റേഷൻ ട്യൂബിന്റെ ബ്ലോക്ക് പ്ലസ് അഡിനോയിഡിന്റെ ബ്ലോക്ക് രണ്ടും കൂടിയായിട്ടാണ് ചെവിയിൽ ഇൻഫെക്ഷൻ ആവുന്നതും ചെവിയിൽ നീര് നിറയുന്നതും. കേട്ടോ. രാജേഷ് ചോദിക്കുന്നത്, കുട്ടികളിൽ സ്ഥിരമായിട്ട് വരുന്ന കഫക്കെട്ടിനെ, രാജേഷ് എന്തുകൊണ്ടാണ് സ്ഥിരമായിട്ട് കഫക്കെട്ട് വരുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഇത് അലർജിയാണോ, ആസ്മയാണോ, ഞാൻ ഈ പറഞ്ഞ അലർജിക് റൈനൈറ്റിസ് ആണോ, അതോ റിക്കറന്റ് ആയിട്ട് വരുന്ന കഫക്കെട്ടാണോ? ഇതിൽ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അതിന് പ്രതിവിധി കണ്ടുപിടിക്കാൻ പറ്റൂ. പലരും കഫക്കെട്ട് എന്ന് വിളിക്കുന്നത് വീസിങ്ങിനെ അല്ലെങ്കിൽ വലിവിനെയാണ്. അപ്പോൾ ഇത് കഫക്കെട്ടിന് പലരും അതിനിങ്ങനെ മാറി മാറി ആന്റിബയോട്ടിക് കൊടുത്തുകൊണ്ടിരിക്കും. കാര്യമില്ല. അത് വലിവാണ്, ആസ്മയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്താൽ മാത്രമേ ഇത് മാറുകയുള്ളൂ. അപ്പൊ അതെന്താണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കേട്ടോ. എല്ലാത്തിനും നമ്മൾ ഈ കഫക്കെട്ട് എന്നുള്ള ഒറ്റ കാര്യത്തിൽ തളച്ചിടാൻ പറ്റില്ല. കാരണം 100 കാരണങ്ങൾ ഉണ്ടായിരിക്കാം. സാധാരണ വരുന്ന വൈറൽ ഇൻഫെക്ഷൻ, വൈറൽ ഫ്ലൂവിലും നമ്മൾ പറയാ കഫക്കെട്ടാണ്. പലപ്പോഴും നമ്മൾ വലിവിനെയും ശ്വാസമുട്ടലിനെയും പറയാ കഫക്കെട്ടാണ്. ന്യൂമോണിയനെയും നമ്മൾ പറയാ കഫക്കെട്ടാണ്. അപ്പൊ ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് തീരുമാനിക്കാൻ. സ്വിമ്മിംഗ് ക്ലാസ്സിന് പോയ ശേഷം ഈ സിംറ്റംസ് കാണാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വിമ്മിംഗ് ക്ലാസ്സിന് പോയതുകൊണ്ട് ഈ സിംറ്റംസ് കാണണമെന്നില്ല കേട്ടോ. കാര്യം മൗത്ത് ബ്രീത്തിങ്ങും അല്ലെങ്കിൽ മൂക്കടപ്പൊന്നും സ്വിമ്മിംഗ് ക്ലാസ് കൊണ്ട് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ചെവിയിൽ വെള്ളം കയറി കഴിഞ്ഞാൽ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് സ്വിമ്മിംഗ് ക്ലാസ് കൊണ്ടാവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നേസൽ സ്പ്രേ എത്ര കാലം യൂസ് ചെയ്യണം? ഇറ്റ് ഡിപ്പെൻഡ്സ്. പ്രിയങ്ക, അങ്ങനെ ഒരിക്കലും 3 മാസം 6 മാസം എന്ന് പറയാൻ പറ്റില്ല. അത് കുട്ടിയുടെ ആദ്യം നമ്മളൊരു 1 മന്ത് കൊടുക്കും. പിന്നെ റെസ്പോൺസ് ഉണ്ടെങ്കിൽ അതൊരു 3 മന്ത്സ് കണ്ടിന്യൂ ചെയ്യും. 3 മന്ത്സ് കഴിഞ്ഞ് റെസ്പോൺസ് നോക്കും. അപ്പൊ ഇത് ഓരോ തവണയും റിവ്യൂവിന് വരണം. റിവ്യൂവിന് വന്ന് കുട്ടിക്ക് എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മളത് കണ്ടിന്യൂ ചെയ്യണോ അതോ ട്രീറ്റ്മെന്റ് മാറ്റണോ എന്നൊക്കെ തീരുമാനിക്കുക. കേട്ടോ. വേറെന്താണ്? പിന്നെ എനിക്ക് പറയാനുള്ള പ്രധാന ഒരു കാര്യം, പലരും ഈ സർജറി പേടിച്ചിട്ട് ഇത് ചെയ്യാറില്ല. പലപ്പോഴും ഇത് ചെയ്യാത്തതിന്റെ ഭാഗമായിട്ട് നമ്മൾ പലപ്പോഴും കുട്ടികളുടെ മൗത്ത് ബ്രീത്തിങ് ചെയ്ത് അവരുടെ പല്ല് പൊന്തുന്നു, പല്ലിന്റെ അലൈൻമെന്റ് ഒക്കെ മാറും, മുഖം തന്നെ അഡിനോയിഡ് ഫേഷ്യസ് എന്ന് പറയുന്ന ഒരു മുഖം തന്നെയായിട്ട് മാറും. അതായത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് ശ്വസിച്ച് അത് മാത്രമല്ല ശ്വാസോച്ഛ്വാസം പ്രോപ്പർ ആവാതെ അവരുടെ ഈ ഭാഗമൊക്കെ ഇങ്ങനെ ഉന്തിത്തള്ളി വരും, പല്ല് പൊന്തും, ഈ ഭാഗം ഇങ്ങനെ ഒരു ക്രൗഡിങ് വരും. അതിന് നമ്മൾ അഡിനോയിഡ് ഫേഷ്യസ് എന്നാണ് പറയുക. അപ്പൊ പലപ്പോഴും നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുത്താൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് ഈ അഡിനോയിഡിന്റെ. പക്ഷെ ഇതിന്റെ സർജറിയോടുള്ള പേടി കാരണം പലരും ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് കാണാറുണ്ട്. പല കുട്ടികൾക്കും ചെവിയിൽ ഇൻഫെക്ഷൻ വന്നിട്ട് ഹിയറിംഗ് ലോസ്, അതായത് കേൾവിശക്തി കുറഞ്ഞ് നമ്മൾ കാണാറുണ്ട്. കാരണം തപ്പി പോകുമ്പോൾ അഡിനോയിഡായിരിക്കും. അപ്പൊ പലരും അവരോട് അഡിനോയിഡിന്റെ ട്രീറ്റ്മെന്റ് സർജറി പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ പേടി കാരണം പലരും ചെയ്യാറില്ല. അപ്പോൾ അതിനോട് അനാവശ്യമായിട്ടൊരു പേടി വേണ്ട. കാരണം ശ്വാസം എടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യണം. അഡിനോയിഡ് വളരെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പല ഡാമേജസ് ഉണ്ടാക്കും. നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് മാറുക, ഇങ്ങനെ ക്രൗഡിങ് വരിക, പല്ല് പൊന്തുക, പിന്നെ ചെവിയിൽ കേൾവിശക്തി പോവുക, ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് കൊല്ലങ്ങളോളം നമ്മൾ അതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും അല്ലെ. കൂർത്ത മുഖം വരുന്നത് ഇതുകൊണ്ടാണോ പ്രിയങ്ക? ഞാൻ ഇപ്പൊ പറഞ്ഞത് അതാണ്. അഡിനോയിഡ് ഫേഷ്യസ്, ക്രൗഡിങ് വളരെയധികം കോമൺ ആണ് കേട്ടോ. യെസ് പ്രിയങ്ക ചോദിച്ചതിനുള്ള ഉത്തരം ഞാൻ ഓൾറെഡി പറഞ്ഞു എന്ന് വിചാരിക്കുന്നു കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ എല്ലാം സംസാരിച്ചു. മാക്സിമം പേരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കൂ. അഡിനോയിഡ് എന്നുള്ള ഈ ഒരു ടോപ്പിക് കുറെ പേര് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്കാണ്. വളരെയധികം തെറ്റിദ്ധാരണകളുള്ള ഒരു ടോപ്പിക്കാണ്. സോ കാണുന്ന എല്ലാവരും ഗ്രേഡ് 3 അഡിനോയിഡ് സർജറി ചെയ്യേണ്ടി വരുമോ? ജ്യോതി, ഇതാ ഞാൻ പറഞ്ഞത്. അത് മെഡിക്കൽ മാനേജ്മെന്റിന് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ പ്ലീസ് ഗോ ഫോർ സർജറി കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ. അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്കൊരു 1-2 ദിവസം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ.